ഇന്നത്തെ മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹൈലൈറ്റ് ആണ്. അതായത് നമ്മുടെ സച്ചി അച്ചുവിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കയറി ചെല്ലുവാണ്. അതും താൻ അറിഞ്ഞ സത്യങ്ങൾ, അർച്ചന ഒരിക്കലും ഗർഭിണി ആകത്തില്ല എന്ന് താൻ ആ സത്യങ്ങൾ അറിഞ്ഞുവെന്ന് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ തന്നെ പറഞ്ഞ് അത് എന്തുകൊണ്ട് അവർ സച്ചി ചതിച്ചു എന്ന കാര്യം സച്ചി തുറന്ന് ചോദിക്കുവാണ്. അതിനുശേഷം നമുക്കറിയാലോ എന്തായിരിക്കും മാഷിൻ്റെയും കമലത്തിൻ്റെയും റിയാക്ഷൻ എന്നറിയാലോ. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. പിന്നെ അവന്തികയുടെ കോൾ വരുന്നത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ധനുഷും കൂടെയാണ് ഇന്നത്തെ വലിയൊരു ഹൈലൈറ്റ്. അത് നന്ദൻ്റെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ ധനുഷ് കാണിക്കുന്ന ഓരോരോ കോപ്രായ തരങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. എപ്പിസോഡ് തുടങ്ങും തന്നെ നമ്മുടെ സച്ചി ബാൽക്കണി നിൽക്കുവാണ്. അതായത് അവന്തിക പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അർച്ചന ഇങ്ങനെ ഗർഭിണി ആവത്തില്ല എന്ന കാര്യം അറിഞ്ഞിട്ടും തൻ്റെ മകൾ വലിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി അച്ചുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചെയ്ത ചതി തന്നെയാണ്. അതായത് മാഷിനും കമലെടുത്തേക്ക് മറ്റൊരു മുഖം ഉണ്ടായിരുന്ന മുഖമാണിതെന്ന് പറഞ്ഞത്. ഇതൊക്കെ സത്യം തന്നെ ആയിരിക്കുമെന്ന് സച്ചി മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചു കയറി ആ ബാൽക്കണിയിലേക്ക് വരുന്നത്. സച്ചിയേട്ട ഇവിടെ നിൽക്കുവാണോ? ഭക്ഷണം കഴിക്കണ്ടേ? എത്ര നേരമായി ഞാൻ സച്ചിയേട്ടനെ നോക്കുന്നു. എനിക്കിപ്പം വേണ്ട. അയ്യോ, അത് അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇപ്പം തന്നെ എത്ര മണിയായെന്നറിയോ? പിന്നെ എപ്പം കഴിക്കാനാ എന്ന് പറഞ്ഞിട്ട് അർച്ചന സച്ചിയുടെ കൈ കയറി പിടിക്കുവാണ്. സച്ചിയെ മെല്ലെ ആ കൈയെടുത്ത് മാറ്റിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ്. സച്ചിയുടെ മുഖത്തിനകത്ത് തെളിച്ചില്ലാത്തതുകൊണ്ട് അർച്ചന നേരത്തെ തന്നെ ചോദിച്ചു, സച്ചിയേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചിയേട്ടൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയി സച്ചിയെ കണ്ടിട്ടും അർച്ചനയ്ക്ക് അത്ര വിശ്വാസമില്ല. സച്ചിയേട്ടൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, സച്ചിയേട്ടൻ്റെ മനസ്സിനെ എന്തോ ഇട്ട് അലട്ടുന്നുണ്ടെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. അപ്പം അർച്ചന അത് സച്ചിയോട് ചോദിച്ചിട്ടും സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ ഇല്ല. സച്ചിയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വലുതായിട്ട് ഉത്തരം തരുന്നില്ല, മുഖം തരുന്നില്ല എന്നാലോചിച്ച് അർച്ചന അവിടെ വിഷമിച്ച് നിൽക്കുവാണ്. അർച്ചന ഇത് തന്നെ ചിന്തിച്ചിട്ടും അർച്ചനയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. പിന്നെ കാണിക്കുന്ന നന്ദൻ്റെ കാറിനകത്ത് ബാക്ക് സീറ്റിനകത്ത് നന്ദനും അതുപോലെ തന്നെ ധനുഷും ഇരിക്കുവാണ്. നന്ദൻ ഒരു ഫയൽ നോക്കി ധനുഷെടുത്ത് കുറച്ച് കാര്യം സംസാരിക്കും. ഇപ്പോൾ രണ്ടുപേരും നടുക്ക് നമ്മുടെ ധനുഷിൻ്റെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്തിക എന്ന് എഴുതിയിട്ട് തന്നെ ഒരു കോൾ ഇൻകമ്മിങ് വരുവാണ് ധനുഷിന്. ധനുഷ് ആദ്യം തന്നെ അതെടുത്ത് കട്ട് ചെയ്ത് നന്ദൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് പോയി, പക്ഷേ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു പേരാദ്യം. രണ്ടാമത് വീണ്ടും തന്നെ ഇതേ കോൾ അവന്തിക വന്നിട്ട് വരുവാണ്. അപ്പോഴത്തേക്കും സ്പീഡിനെടുത്ത് ആ ഫോൺ കട്ട് ചെയ്തിട്ട് മറച്ച് പിടിച്ചു. അപ്പോഴത്തേക്കും നന്ദൻ എന്താ ധനുഷ് ഫോൺ എടുത്ത് മറച്ച് പിടിച്ചത്? ആരുടെ കോളാണ്? അത് ഒന്നുമില്ല സാർ, വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് വിളിച്ചാൽ പിന്നെ തിരിച്ച് വിളിക്കണ്ടേ? അവർക്ക് പിന്നെ ടെൻഷൻ ആവത്തില്ലേ? നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായിരിക്കും. തിരിച്ച് വിളിക്കടോ, അങ്ങനെ ചെയ്യരുത്. പിന്നെ സമയം കിട്ടാൻ വിളിച്ചോളൂ സാർ. അങ്ങനെ പറയരുത് ധനുഷ്. അവർ ടെൻഷൻ അടുപ്പിച്ച് അവർ എഴുതുന്നതിനേക്കാളും നല്ലതല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ല കാര്യം പറയാൻ വിളിച്ചാണെങ്കിലോ? സാർ ഇമ്പോർട്ടൻ്റ് ആയ വല്ല കാര്യമാണെങ്കിൽ അവർ 3 തവണ വിളിക്കാറുള്ളതാണ് പതിവെന്ന് പറയുന്നു. അങ്ങനെയാണോ? എന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫയൽ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ധനുഷ് ചിന്തിക്കുവാണ്, ഇനി ഇവൾ ഒരു വട്ടം കൂടെ വിളിച്ചാൽ ഇന്നത്തോടെ എല്ലാ കളിയും പുറത്താകും. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദൻ തന്നെ എന്നെ അടിച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ധനുഷ് ആ ഫോൺ എടുത്ത് ഫ്ലൈറ്റ് മോഡ് ഇടാം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ട് വെക്കുവാണ്. പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ അച്ചുവിൻ്റെയും അതുപോലെ തന്നെ അച്ചുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അച്ചുവിൻ്റെ വീട്ടിനകത്ത് അമ്മ ഇരുന്ന് അരി പാറ്റി പെറുക്കുവാണ്. അതുപോലെ തന്നെ അച്ഛനിരുന്ന് പത്രം വായിച്ചിട്ട് കമലടുത്ത് പറയുവാണ്, ഈ പത്രം നോക്കണം, എന്തൊക്കെ വാർത്തകളാണ്. ഓരോ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെ നമ്മുടെ പോലെ തന്നെ നമ്മളെ അച്ഛനമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റൊരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾ തന്നെയല്ലേ ഇവരൊക്കെ. ഓരോ ചെറുപ്പക്കാരുടെ കാര്യമാണ്. അത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സമാധാനമായിട്ടിരിക്കും? ഓരോരുത്തരെ കണ്ണീർ കുടിപ്പിക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങളെ എന്ന് പറയുമ്പം അതങ്ങനെയാണ് മാഷെ, ഓരോരുത്തർക്കും ഓരോ വിധിയാണ്, പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇപ്പം നമ്മുടെ തന്നെ കാര്യം നോക്കും മാഷെ, നമ്മൾ കണ്ണീര് കുടിക്കുമല്ലേ? നമ്മുടെ അച്ചുമോൾ ഗർഭിണി ആവാത്ത കാര്യം അത് പുറത്തറിയോ ഇല്ലയോ എന്ന് വെച്ച് നമുക്ക് അതിൻ്റെ ടെൻഷൻ നമ്മൾ കണ്ണീര് കുടിക്കുന്നു. നമ്മുടെ ആതിരമോൾ ഗർഭിണി ആയിരിക്കുന്നു, അച്ചുമോൾ ഗർഭിണി ആകത്തില്ല, ഇതെല്ലാം മറച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്ന് നമ്മൾ നീറിക്കൊണ്ടിരിക്കുമല്ലേ. എൻ്റെ ഏക പ്രാർത്ഥന ദൈവം ഇത് ഒരിക്കലും ആരെ അറിയിപ്പിക്കാതിരിക്കണമെന്നാണ്. ഉടനെ മാഷ് പറയണം, അത് ദൈവം ഒരിക്കലും ഈ കാര്യം നമ്മുടെ അർച്ചന മോൾ ഗർഭിണി ആവത്തില്ല എന്നുള്ള കാര്യം ഒരു ജീവിതകാലത്ത് പോലും ദൈവം ആരെ അറിയിക്കത്തില്ല, നീയും ഞാനും വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സത്യങ്ങളെല്ലാം വിളിച്ച് അറിഞ്ഞതിൻ്റെ പേരിൽ വരുന്ന സച്ചിയുടെ വണ്ടി കാണുമ്പോൾ സച്ചി മോൻ്റെ വണ്ടിയല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന മാഷും ഏട്ടത്തെയും സച്ചി മോൻ വന്ന് കയറിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അർച്ചനെ കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും സച്ചി പറയുന്നത്, ഞാൻ മാത്രമേ വന്നുള്ളൂ, ബാ മോനെ വാ, വന്ന് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് അവർ സിറ്റൗട്ടിൽ തന്നെ ഇരുത്തുവാണ്. അങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇപ്പം വന്ന് അച്ഛനെ കൂട്ടിയില്ല, കാരണം അർച്ചനയും അനുപേട്ടനും ഒന്നും അറിയാത്തൊരു കാര്യം
നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടണം. കാരണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഇത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എനിക്ക് ഒരു മകനെ പോലുള്ള വാത്സല്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ നിങ്ങളെ ഇന്ന് വരെ അച്ഛനും അമ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പം ഇത് ചോദിക്കാൻ എനിക്ക് ചോദിക്കണോ വേണ്ടോ എന്ന് ഒത്തിരി ആലോചിച്ചിട്ട് പിന്നെയാണ് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അപ്പം മോൻ പറ എന്തുവാ. അപ്പോഴത്തേക്കും തന്നെ മാഷിനും ഏട്ടത്തേക്കും ഭയങ്കര ഒരു ടെൻഷനായി കഴിഞ്ഞു. അർച്ചന ഗർഭിണി ആവത്തില്ല ഒരിക്കലും എന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് എൻ്റെ അടുത്ത് ഈ ചതി കാണിച്ചത്? അർച്ചനയെ കല്യാണം കഴിപ്പിച്ച് വെച്ച് ഇന്ന് എന്നോട് മാത്രം ചെയ്ത ചതിയാണോ, അച്ചുവിനോടും കൂടെ ചെയ്ത ചതിയല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പറയാൻ ഉത്തരങ്ങളില്ല. അങ്ങനെ സച്ചി പറയുവാണ്. കുറേ നേരം സച്ചി പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസും എന്താണ് അവർക്ക് പറയാനില്ല. അവർ ആ വിഷമിച്ച് നിൽക്കുകയാണ്. എനിക്കറിയാം ഞാനിത് ചോദിച്ചാൽ നിങ്ങൾക്ക് വലിയ വിഷമായും തന്നെ എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കേണ്ടി വരും നിങ്ങൾ എന്നെ ചതിച്ചു എന്ന്. ഇന്ന് ഇവിടെ നിന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പടി ഇനി ഒരിക്കലും കയറത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയാന്ന് സ്നേഹിച്ച കാര്യം ഞാൻ ഇവിടെ നിന്ന് മറന്നിട്ടായിരിക്കും ഞാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് സച്ചി എന്താണ് സ്റ്റെപ്പിലോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് മാഷ് മോനെ എന്ന് പറഞ്ഞിട്ട് എന്താണ് കൈ കയറി പിടിക്കുവാണ്. മോൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ചതിച്ചു എന്ന് മാത്രം പറയില്ല. കാരണം ഞങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളിത് മറച്ചു വെച്ചു സത്യം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് ചിലപ്പോൾ സ്വാർത്ഥ താല്പര്യമായിരിക്കും. മോൻ്റെ കല്യാണ ആലോചന പോലത്തെ ഒരു ആലോചന വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വന്നപ്പോൾ അച്ചുമോട് സന്തോഷം കണ്ടപ്പം അവളെ സങ്കടപ്പെടുത്തണമെന്നോ അവളെ കരയിപ്പിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവളോട് ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ മോനെ ചതിക്കണമെന്നില്ലായിരുന്നു. ഉടനെ കമലെടുത്ത് പറയോ, മോനെ ഞങ്ങൾ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഈ വിധ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യം അവിടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും എന്താണ് ഒരാൾക്ക് കൂടെ അറിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മാഷി കയറി കമലെടുത്ത് പറയോ പറയരുത് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി എന്താണ് തമ്മിൽ നോക്കുവാണ്. ഇവർക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതായത് അവന്തിക്ക് അറിയാമെന്നുള്ള കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അനൂപും മോളും കൂടെ കയറി വരുവാണ്. അവണിമോളും കൂടെ കയറി വന്നിട്ട് സച്ചി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ബാ സച്ചിയോ എപ്പം വന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താണ് അകത്തേക്ക് കയറ്റി ഇരുത്തുവാണ്. അങ്ങനെ അച്ചു വന്നില്ലേ? അല്ല സച്ചി എന്താ പ്രത്യേകിച്ച് വന്നത്? വേറൊന്നുമില്ല, ആതിരയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കണം സന്ദീപിനോട് പറഞ്ഞു. അപ്പം എന്നത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നതാന്നേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യത്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അനൂപിൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. ഇവർക്ക് എന്താണ് അച്ചുവിൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തതിൻ്റെയും അവന്തികയുടെ പേര് പറയാൻ മാഷ് സമ്മതിച്ചതുമില്ല. ഇതെല്ലാം കൂടി ചേർന്ന് സച്ചിയുടെ മനസ്സ് വേറൊരു ഭാഗത്താണ്. എന്നിട്ട് സച്ചി ഇതെല്ലാം മറച്ച് പിടിച്ചിട്ട് സംസാരിക്കുന്നല്ലോ എന്നുള്ള ഇതിനകത്ത് തന്നെ എന്താണ് അനൂപിൻ്റെ മുന്നിലുള്ള സച്ചിയുടെ പ്രസൻസും ഇവരെന്താണ് അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് പറയുന്നത് അതെന്താ എന്നാൽ പിന്നെ ഇത്രയും നല്ലൊരു കാര്യം പറയാനാണെങ്കിൽ അർച്ചനയും കൂടെ കൂട്ടിക്കൂടായിരുന്നു. അപ്പോഴത്തേക്കും സച്ചി പറയുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ആയിട്ട് ഇറങ്ങണമെന്ന് ഇറങ്ങിയതല്ല, പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നപ്പം ഇതും കൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് കയറിയതാ, അല്ലെങ്കിൽ അർച്ചനയും കൂടെ കൂട്ടുമായിരുന്നു. എന്നാൽ ഞാൻ അവളൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചനെ വിളിക്കുമ്പോഴത്തേക്കും ഹലോ അനുപേട്ടാ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും സച്ചി ഇവിടെ ഉണ്ടല്ലോ. സച്ചിയേട്ടനോ? സച്ചി അവിടെയോ? ഞാൻ എന്നാ ഒന്ന് സച്ചിയേട്ടനെ വിളിച്ചു നോക്കട്ടെ. നീ സച്ചിയെ വിളിക്കാനൊന്നും പോകണ്ട, സച്ചി ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണ്. അപ്പോൾ സച്ചിക്ക് അർച്ചനയുടെ അടുത്ത് സംസാരിക്കാൻ ഒരു മടിയുള്ളതും കൂടെ മാഷും എന്താണ് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പണ്ട് അവർ സംസാരിച്ചിരുന്ന ആ ഒരു രീതിക്കും ഇപ്പോൾ സച്ചി എന്താണ് ഒരു മനസ്സിനകത്ത് ഒരു തയക്കം വെച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എന്താണ് അർച്ചനയ്ക്ക് ഒരു ടെൻഷൻ, അർച്ചനയ്ക്കൊരു കൺഫ്യൂഷൻ തന്നെയാണ്. കാരണം സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് പറയാതാണല്ലോ പോയത്, നീ അറിഞ്ഞില്ലേ എന്ന് അനൂപ് ചോദിച്ചപ്പോൾ അല്ല അനൂപേട്ടാ ഞാൻ അറിഞ്ഞില്ല, സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ പോന്നേനെ. അപ്പം അതൊന്നുമില്ല അർച്ചന, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ്. സന്ധ്യ പറഞ്ഞിരുന്നു ആതിരയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാനാണ് താല്പര്യം, അപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചൊരു ഡേറ്റൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാന്നേ ഉള്ളൂ, ഞാൻ ചുമ്മാ ഇറങ്ങിയപ്പം കയറിയതാന്നേ ഉള്ളൂ, ഇതിന് വേണ്ടി മാത്രമായിട്ട് വന്നതല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് ഒഴിവാണ്. അപ്പം പിന്നെ വീണ്ടും അർച്ചന സംസാരിക്കാം, ഞാൻ ഒന്നുമില്ല ഞാൻ ഇപ്പം വീട്ടിൽ വരും, എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ടും അർച്ചനയ്ക്ക് വീണ്ടും ടെൻഷനാണ്. കാരണം സച്ചിയേട്ടൻ്റെ പെരുമാറ്റത്തിൽ സമ്പൂർണ്ണമായിട്ടും പല രീതിയിലും പല മാറ്റങ്ങളും ഉണ്ടെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേളിലത്തെ നിലയിലിരുന്ന്, അതായത് നെല്ലിശ്ശേരിയുടെ വീട്ടിലെ മേളിലത്തെ നിലയിൽനിന്ന് മീരേട്ടത്തി എന്താണ് ആതിരയുടെ മുടിക്ക് എന്താണ് എണ്ണ ഇട്ട് കൊടുക്കുവാണ്. ഈ എണ്ണ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ അങ്ങ് കുറഞ്ഞല്ലേടി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ എണ്ണ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഇതെടുത്ത് ആ ധനുഷെടുത്ത് തലയെ പരട്ടുവാണ്. ചോദിച്ചപ്പം പറയാം അവന് മുടി ഒഴിച്ചില്ലെന്ന്. അവൻ കൂടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ചുമ്മാ വന്ന് ഫ്രിഡ്ജ് തുറക്കും, എന്തെങ്കിലും ഉള്ളതൊക്കെ എടുത്തിട്ട് ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ തേങ്ങാപ്പൂൾ എടുത്ത് തിന്നോണ്ട് പറയുന്നു എനിക്കിതൊക്കെ തിന്നുന്ന ഭയങ്കര രസമാണേ എന്ന് പറയുന്നു. അയാളുടെ വിചാരം ഇയാൾ കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് ആണ് കാണിക്കുന്നതെന്ന് എന്നാണ് ആതിര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
നമ്മുടെ അച്ചു കയറി വരുന്നത്. അച്ചു ഈ സന്തോഷ വാർത്ത പറയാനാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ആതിര അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ഓവർ സ്മാർട്ട്നെസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ കയറി വന്നിരിക്കുന്ന പുതിയ മാരണത്തിനെ കുറിച്ച് ആയിരിക്കും അല്ലേ എന്ന്. ഓ ശരിയാ ചേച്ചി, അവനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്തൊരു ശല്യമാണ് അയാളെ കൊണ്ട്. അയാൾ ഓഫീസിലൊക്കെ ശല്യമാണ്. കഴിഞ്ഞ ദിവസം സന്ദീപിൻ്റെ അടുത്ത് ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കാനായിട്ട് പോയതാണ്. ഞങ്ങൾ നല്ല ശരിക്കും വെച്ച് കൊടുത്തു. എനിക്ക് ചൊറിഞ്ഞ് വരും അയാളുടെ വർത്തമാനം കേൾക്കുമ്പോഴത്തേക്കും. സന്ദീപ് പറയുന്ന ഓഫീസിലും ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയും കൊച്ചാക്കാനൊക്കെ സന്ദീപിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് എന്നതാണ് അയാളുടെ ഒരു പതിവ് പ്രവൃത്തിയെന്ന് ആതിരെന്താണ് പറയുവാണ്. അപ്പോഴത്തേക്കും അർച്ചന പറയുക, അതൊക്കെ നമുക്ക് വൈകാതെ തന്നെ അയാളെ ഇവിടുന്ന് കെട്ടിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള കാര്യം പറയാനായിട്ട് സച്ചിയേട്ടൻ എന്താണ് നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നത്തേക്കാണെന്നറിയോ? അതൊന്നും അറിയത്തില്ല മോളെ, സച്ചിയേട്ടൻ വന്നാലേ ഡേറ്റൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. ഓ എന്നാൽ സമാധാനമായി. അപ്പം മീരയുടെ പറയും, ശരിയാണ്, ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊരു കുറച്ചില്ല നീ വീട്ടിൽ പോകുന്നത്. കാരണം അവന്തിക്ക് വിചാരിക്കും ഞങ്ങൾക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലേക്ക് വിട്ടതാ. പക്ഷേ അതല്ല, നമുക്ക് കൊച്ചിൻ്റെ കാര്യം വെച്ച് റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാനും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് സമ്മതിപ്പിച്ചത് എന്ന് പറയുന്നത്. ശരിയാ ചേച്ചി, കൊച്ചിൻ്റെ കാര്യത്തിനകത്ത് എന്തിനാണ് ഒരു റിസ്ക് എടുക്കുന്നത്? എത്രമാത്രം നിന്നെ പേടിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്. ഇനി ഇതെല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു സച്ചി എന്നത് അറിയുന്നതിനകത്ത് മാഷിനും കമലത്തേക്കും വരുന്ന ജീവിത ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്